ഹായ്, പ്രശാന്ത് പ്രഭുത്തൻ PCH. പ്രിയ സുഹൃത്തുക്കളെ, പൂന്തുറയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഒറ്റ മോളാണ്. 200 പവനും വീടും സ്ഥലവും സ്വത്തും എല്ലാം കൊടുത്താണ് ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിക്ക് മോളെ കെട്ടിച്ചു കൊടുത്തത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ കുട്ടിക്ക് ഐശ്വര്യമില്ല എന്നാണ്. അത് എന്തർത്ഥത്തിലാണെന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ആ പെൺകുട്ടിയോടാണ്. ഈ 200 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഒരു 2 കോടിയുടെ അടുത്തുള്ള പണമുണ്ട്. ഇപ്പോൾ അവന് വേണ്ടാന്നുള്ള അവനെ ഉപേക്ഷിച്ച് ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എടുത്ത് ബാങ്കിൽ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ പോലും മാസം ഒരു 80,000 രൂപയ്ക്ക് മേളിൽ കിട്ടിയേനെ. സുഖമായിട്ട് അമ്മയ്ക്കും മോക്കും ജീവിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇവനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയത്? രണ്ടാമതായിട്ട് മാതാപിതാക്കളോടാണ്. നമ്മൾ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുടുംബമഹിമയെ അല്ലെ കൊമ്പത്തേക്കാണ് കെട്ടിച്ച് വിട്ടതെന്ന് സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം കുടുംബത്തിനല്ല മോളെ കെട്ടിച്ചു കൊടുക്കുന്നത്, ഒരു വ്യക്തിക്കാണ്. അവനെപ്പറ്റി പഠിക്കുക, അവൻ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കെട്ടിച്ചു കൊടുക്കുക. കാര്യം നാട്ടിൽ ഒരുപാട് പേര് പണിയെടുക്കുന്ന അന്തസ്സുള്ള ഒരുപാട് നട്ടലുള്ള ആണുങ്ങളുണ്ട്, പണിയെടുത്ത് കുടുംബം പോറ്റാൻ കെൽപ്പുള്ളവർ, പെണ്ണ് കിട്ടാതിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ദൈവം തന്ന ആയുസ് ഇങ്ങനെ പാതി വഴിക്ക് ഇല്ലാതാക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ, അത് അവർ പണിയെടുത്ത് വീട്ടിക്കോളും. അത് കുഴപ്പമുള്ള കാര്യമല്ല. ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നമ്മുടെ പാവപ്പെട്ടിച്ച പെങ്ങന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റേ ഒരു കാര്യം. നിങ്ങൾ കെട്ടിച്ചു വിട്ട വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു മുഴുവൻ കയറിലോ വിഷത്തിലോ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്? അവന് നിങ്ങളെ വേണ്ട, നിങ്ങൾക്ക് അവനെയും വേണ്ട, കളഞ്ഞേക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുക, അവിടെ നിന്നിട്ട് നിങ്ങൾ പണിയെടുക്കുക. വിദ്യാഭ്യാസമില്ലേ, നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോവുക, മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു മുഴുവൻ കയറിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇതൊന്നും രണ്ടുമല്ല, കേരളത്തിൽ എത്ര കേസുണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികൾ ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കുക. അല്ലാതെ ജീവിതം അവസാനിപ്പിക്കുക അല്ല വേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകണം. ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചാണ്, പക്ഷേ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.